അടുത്ത കോംപ്ലക്സ് നമ്പറിനകത്തെ മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. അതായത് ഇഫ് ഇസഡ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി ഈസ് എ കോംപ്ലക്സ് നമ്പർ, ഇസഡ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി ഈസ് എ കോംപ്ലക്സ് നമ്പർ, then its modulus is denoted by ഇങ്ങനെ. ഇതാണ് മോഡുലസ്. കോമ obtained by z മോഡുലസ് എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, റൂട്ട് ഓഫ് റിയൽ പാർട്ടിന്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിന്റെ സ്ക്വയർ. മോഡുലസ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇതാണ് മാഗ്നിറ്റ്യൂഡ് അഥവാ മോഡുലസ് എന്ന് പറഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ, ഇസഡ് ഇസ് ഈക്വൽ ടു 3 പ്ലസ് 4i ഒരു കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ മോഡുലസ് ഇസഡ് എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് റിയൽ പാർട്ട് 3 സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് 4 സ്ക്വയർ എന്ന് പറയും. റൂട്ട് 9 പ്ലസ് 16 റൂട്ട് 25 എന്ന് പറഞ്ഞാൽ 5. ഇതാണ് മാഗ്നിറ്റ്യൂഡ് അഥവാ മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ. വേറൊരു എക്സാമ്പിൾ, ഇസഡ് ഇസ് ഈക്വൽ ടു 2 മൈനസ് 3i ഒരു കോംപ്ലക്സ് നമ്പർ ആണ്. അതിന്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ മോഡുലസ് ഇസഡ് എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് റിയൽ പാർട്ട് 2 സ്ക്വയർ പ്ലസ് മൈനസ് 3യുടെ സ്ക്വയർ. അതായത് റൂട്ട് ഓഫ് റിയൽ പാർട്ടിന്റെ സ്ക്വയർ പ്ലസ് ഇടയ്ക്ക് എപ്പോഴും ഒരു പ്ലസ് വേണം. അപ്പൊ ഇടയ്ക്ക് ഒരു പ്ലസ് വേണം. അപ്പൊ റൂട്ട് ഓഫ് റിയൽ പാർട്ടിന്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് എന്ന് പറയുമ്പോൾ മൈനസ് 3യുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ റൂട്ട് 4 പ്ലസ് നെഗറ്റീവിന്റെ സ്ക്വയർ പോസിറ്റീവ് 9, 4 പ്ലസ് 9 റൂട്ട് 13 എന്ന് വരും. ഇതാണ് മോഡുലസ്. നമ്മൾ കോഞ്ചുഗേറ്റ് പഠിച്ചു. കോഞ്ചുഗേറ്റ് എന്ന് പറയുമ്പോൾ ഇസഡ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി ഒരു കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ ഇസഡ് കോഞ്ചുഗേറ്റ് എ മൈനസ് ഐ ബി എന്ന് വരും. റിയൽ പാർട്ടിനും ഇമാജിനറി പാർട്ടിനും ഇടയ്ക്കുള്ള സൈൻ ഓപ്പോസിറ്റ് ആവുക. ഫോർ എക്സാമ്പിൾ, ഇസഡ് ഇസ് ഈക്വൽ ടു 2 മൈനസ് 3i ആണെങ്കിൽ ഇസഡ് കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ 2 പ്ലസ് 3i എന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കണം. ഓക്കെ, അടുത്ത പ്രോപ്പർട്ടീസ് ഓഫ് കോഞ്ചുഗേറ്റ് ഓഫ് കോംപ്ലക്സ് നമ്പർ. കോംപ്ലക്സ് നമ്പറിന്റെ കോഞ്ചുഗേറ്റിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതായത് ഇഫ് z1 ആൻഡ് z2 ആർ 2 കോംപ്ലക്സ് നമ്പേഴ്സ്, z1 z2 രണ്ട് കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ z1 പ്ലസ് z2 ദി ഓൾ കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ z1 കോഞ്ചുഗേറ്റ് പ്ലസ് z2 കോഞ്ചുഗേറ്റ് എന്നാണ്. രണ്ടിനും പ്രത്യേകം കോഞ്ചുഗേറ്റ് കൊടുക്കുക. 2 z1 മൈനസ് z2 ദി ഓൾ കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ z1 കോഞ്ചുഗേറ്റ് മൈനസ് z2 കോഞ്ചുഗേറ്റ്. ഓരോന്നിനും കോഞ്ചുഗേറ്റ് കൊടുക്കുക. 3 z1 ഇൻറ്റു z2 ദി ഓൾ കോഞ്ചുഗേറ്റ് ആണെങ്കിൽ z1 കോഞ്ചുഗേറ്റ് ഇൻറ്റു z2 കോഞ്ചുഗേറ്റ് എന്ന് കൊടുക്കുക. ഓരോന്നിനും കോഞ്ചുഗേറ്റ് കൊടുക്കുക. 4 z1 ബൈ z2 മൊത്തം കൂടി കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ ഓരോന്നിനും കോഞ്ചുഗേറ്റ് കൊടുക്കാം. z1 കോഞ്ചുഗേറ്റ് ബൈ z2 കോഞ്ചുഗേറ്റ്. ഈ പ്രോപ്പർട്ടി ഓർത്തോണം. ഇത് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ഇടയ്ക്ക് വരുമ്പോൾ ശ്രദ്ധിച്ചോണം. z1 പ്ലസ് z2 ദി ഓൾ കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ z1 കോഞ്ചുഗേറ്റ് പ്ലസ് z2 കോഞ്ചുഗേറ്റ്. സെപ്പറേറ്റ് കോഞ്ചുഗേറ്റ് കൊടുക്കാം. z1 മൈനസ് z2 ദി ഓൾ കോഞ്ചുഗേറ്റ് ആണെങ്കിൽ z1 കോഞ്ചുഗേറ്റ് മൈനസ് z2 കോഞ്ചുഗേറ്റ് എന്ന് കൊടുക്കാം. z1 ഇൻറ്റു z2 ദി ഓൾ കോഞ്ചുഗേറ്റ് ആണെങ്കിൽ z1 കോഞ്ചുഗേറ്റ് ഇൻറ്റു z2 കോഞ്ചുഗേറ്റ് എന്ന് കൊടുക്കാം. z1 ബൈ z2 ദി ഓൾ കോഞ്ചുഗേറ്റ് ആണെങ്കിൽ ഓരോന്നിനും കൊടുക്കാം. z1 കോഞ്ചുഗേറ്റ് ബൈ z2 കോഞ്ചുഗേറ്റ്. ഈ 4 പ്രോപ്പർട്ടി ഓർത്തിരിക്കുക. നോക്കി, എക്സ്പ്രസ് ഫോളോയിങ് കോംപ്ലക്സ് നമ്പേഴ്സ് ഇൻ എ പ്ലസ് ഐ ബി ഫോം. താഴെ തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പറിനെ എല്ലാം നമുക്ക് എ പ്ലസ് ഐ ബി ഫോമിൽ എഴുതാൻ പറയാം. അല്ലെങ്കിൽ അതിന്റെ വേറൊരു പേരാണ് സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതുക. ഒന്നാമത്തെ 5i ഇൻറ്റു മൈനസ് 3/5i. അപ്പൊ നമ്മൾ ഒന്നാമത്തെ തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പർ നമ്മൾ ഇസഡ് എന്ന് വിളിക്കുന്നു. നോക്കുക, 5i ഇൻറ്റു മൈനസ് 3/5i എന്നല്ലേ. അപ്പൊ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്യാം. 5i ഇൻറ്റു മൈനസ് 3/5i. 5ഉം 5ഉം ക്യാൻസൽ ചെയ്തു. മൈനസ് 3 i ഇൻറ്റു i എന്ന് പറഞ്ഞാൽ i സ്ക്വയർ. പക്ഷെ നമുക്കറിയാം i സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 ആണ്.
അപ്പൊ -3 ഇൻറ്റു -1. അപ്പൊ മൈനസ് ഇൻറ്റു മൈനസ് +3 കണ്ടോ. അതായത് 5y ഇൻറ്റു -3/5y 5 ക്യാൻസൽ ചെയ്തു. -3 ഇൻറ്റു i സ്ക്വയർ. അപ്പൊ -3 i സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1. അപ്പൊ മൈനസ് ഇൻറ്റു മൈനസ് എന്ന് പറയുമ്പോൾ +3. ഇത് കണ്ടോ a+ib ഫോമിൽ ആക്കണമെങ്കിൽ ഇതിനെ നമ്മൾ റിയൽ പാർട്ട് 3a പ്ലസ് ഇമാജിനറി പാർട്ട് ഇല്ല 0 3 + 0i 3 + 0i. അത് a+ib ഫോമിൽ ആയി. രണ്ടാമത്തെ z is equal to i⁻9 plus i⁻90. നമുക്ക് അറിയാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ i² is equal to -1 എന്നുള്ള മെത്തേഡേ നമുക്ക് അറിയത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ i⁻9 നമുക്ക് i²4 എന്നെഴുതാം. എന്ന് വെച്ചാൽ a⁻m a⁻m എന്ന് പറഞ്ഞാൽ a⁻mn ആണ്. അപ്പോൾ ഇത് i⁸ എന്നാവും. പക്ഷേ ഇത് i⁻9 ആ വരേണ്ടത്. അപ്പൊ ഇൻറ്റു ഒരു i കൂടി എഴുതുക. അപ്പോൾ i കണ്ടോ a⁻m a⁻mn i⁸ ഇൻറ്റു i എന്ന് പറയുമ്പോൾ i⁻9 പ്ലസ് i⁻19 ഉള്ളതിനെ നമുക്ക് i²9 എന്ന് പറയുമ്പോൾ i⁻18 ഇൻറ്റു ഒരു i യൂടെ കൊടുക്കുക. അപ്പോൾ a⁻m a⁻mn i⁻18 എന്ന് വരും. i⁻18 i⁻18 ഇൻറ്റു i എന്ന് പറയുമ്പോൾ i⁻19 അപ്പോൾ i² എന്ന് പറഞ്ഞാൽ -1 ഇൻറ്റു i പ്ലസ് ഈ i² എന്ന് പറഞ്ഞാൽ -1 ഇൻറ്റു i. കണ്ടല്ലോ i² എന്ന് പറഞ്ഞാൽ -1 ആണ് i² എന്ന് പറഞ്ഞാൽ. അപ്പൊ അതിന്റെ റേസ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത് ⁻4 കണ്ടോ. അപ്പൊ നമ്മള് -1 ഇൻറ്റു i പ്ലസ് -1 ഇൻറ്റു i എന്ന് വന്നു. അപ്പോൾ നമുക്ക് -1 എക്സ്പോണൻഷ്യൽ ഈവൻ നമ്പർ ആണെങ്കിൽ ആൻസർ പോസിറ്റീവ് ആയിരിക്കും. അതായത് -1 എക്സ്പോണൻഷ്യൽ ഈവൻ നമ്പർ എന്ന് പറഞ്ഞാൽ 2 4 6 8 അതൊക്കെ ആണെങ്കിൽ ആൻസർ പോസിറ്റീവ് ആയിരിക്കും. -1 എക്സ്പോണൻഷ്യൽ ഓഡ് നമ്പർ ആണെങ്കിൽ അതായത് -1⁻1 3a 5 7 അതൊക്കെ നെഗറ്റീവ് ആയിരിക്കും. ഇത്രയും ഭാഗം പോസിറ്റീവ് ആണ്. അപ്പൊ +1 ഇൻറ്റു i എന്ന് പറയുമ്പോൾ i. ഇത് +1 ആണ് 1i പ്ലസ് -1 എക്സ്പോണൻഷ്യൽ ഓഡ് നമ്പർ. -1 എക്സ്പോണൻഷ്യൽ ഓഡ് നമ്പർ വന്നാൽ ആൻസർ നെഗറ്റീവ് തന്നെ. അപ്പൊ -1 ഇൻറ്റു i. അപ്പോൾ i മൈനസ് i എന്ന് പറഞ്ഞാൽ 0 എന്ന് വെച്ചാൽ z is equal to 0 + 0i എന്നാണ്. റിയൽ പാർട്ടും ഇല്ല ഇമാജിനറി പാർട്ടും ഇല്ല 0 + 0i. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ചോണം. വളരെ നല്ലപോലെ പ്രോബ്ലം ചെയ്ത് പഠിക്കുക. ഓക്കെ, നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇത് റിപ്പീറ്റ് ചെയ്ത് ആ വീഡിയോ ഇട്ട് നോക്കി വീണ്ടും ചെയ്ത് ബുക്കിനകത്ത് എഴുതി പഠിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത മൂന്നാമത്തെ z is equal to i⁻39 നമ്മൾ അതിനെ 1/i⁻39 എന്ന് എഴുതി. കാരണം നമുക്ക് ഇപ്പൊ p⁻n എന്ന് പറഞ്ഞാൽ 1/p⁻n എന്ന്, x⁻2 എന്ന് പറഞ്ഞാൽ 1/x² എന്ന്, y⁻3 എന്ന് പറഞ്ഞാൽ 1/y³ എന്നാണ്. അതുപോലെ i⁻39 എന്ന് പറയുമ്പോൾ 1/i⁻39 എന്ന് വെച്ചാൽ 1/i⁻39 എന്ന് പറഞ്ഞാൽ i²90 കാരണം 38 വരും. a⁻m a⁻n 2 ഇൻറ്റു 19 38. പക്ഷെ ഇൻറ്റു ഒരു i കൂടി വരും. ഇൻറ്റു ഒരു i കണ്ടല്ലോ. i⁻39 കാരണം a⁻m a⁻mn i⁻38 ഇൻറ്റു i എന്ന് പറയുമ്പോൾ i⁻39 ആവും. ദാറ്റ് ഈസ് 1/ ഞാൻ മുമ്പേ പറഞ്ഞു i² -1 ഇൻറ്റു i എന്നാണ്. -1 ഇൻറ്റു i. പക്ഷേ -1 എക്സ്പോണൻഷ്യൽ ഓഡ് നമ്പർ ആണോ ഒറ്റ സംഖ്യ ആണെങ്കിൽ ആൻസർ നെഗറ്റീവ് തന്നെ വരും. അപ്പൊ 1/-1 -1 ആണ്. അപ്പൊ -1 ഇൻറ്റു i എന്ന് വെച്ചാൽ -i. കാരണം -1 എക്സ്പോണൻഷ്യൽ ഓഡ് നമ്പർ വന്നാൽ ആൻസർ നെഗറ്റീവ് തന്നെയാണ്.
അപ്പൊ -1 ഇൻറ്റു ഐ എന്ന് പറയുമ്പോൾ -i എന്ന് വന്നു, -i എന്ന് വന്നിരിക്കുകയാണ്. പക്ഷെ നമുക്ക് ഇതിനെ നമ്മൾ കറക്റ്റ് ഫോമിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഡിനോമിനേറ്ററിൽ ഐ വന്നാൽ കോംപ്ലക്സ് നമ്പർ അല്ല, കോംപ്ലക്സ് നമ്പറിന്റെ ഫോം എല്ലാം z is equal to a plus ib ഇങ്ങനെ വരണമെന്നാണ്. ഐ ഡിനോമിനേറ്റർ വരാൻ പാടില്ല. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇതിനെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഐ കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. ഡിനോമിനേറ്ററിൽ ഒരു ഐ മാത്രം വന്നാൽ, ഡിനോമിനേറ്ററിൽ നമുക്കൊരു ഐ മാത്രമായിട്ട് വന്നു കഴിഞ്ഞാൽ ആ ഐ കൊണ്ട് തന്നെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യുക. ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ അല്ലെങ്കിൽ ഒരേ എലമെന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വാല്യൂന് ചേഞ്ച് വരത്തില്ല. അപ്പോൾ ഐ ബൈ മൈനസ് ഐ സ്ക്വയർ എന്ന് വരും. 1 ഇൻറ്റു ഐ ബൈ മൈനസ് ഐ സ്ക്വയർ, അതായത് ഐ ബൈ മൈനസ് ഐ സ്ക്വയറിന്റെ വാല്യൂ -1. ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ ബൈ 1. അപ്പം z is equal to i. z is equal to i. z is equal to i. അപ്പം z is equal to i എന്ന് പറഞ്ഞാൽ 0 പ്ലസ് i. കാരണം 0 പ്ലസ് 1i. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കുക, ശ്രദ്ധിച്ച് പഠിച്ചോളുക. ഇത് വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. x plus 3 into 7 plus i7 plus i into 7 plus i7 in a plus ib form. അവിടെ രണ്ട് കോംപ്ലക്സ് നമ്പർ ആഡ് ചെയ്യാം. a plus ib ഫോം അഥവാ ജനറൽ ഫോം അഥവാ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതുകയാണ്. ഇത് കണ്ടോ, രണ്ട് കോംപ്ലക്സ് നമ്പർ സബ്ട്രാക്ട് ചെയ്തും എങ്ങനെ എഴുതാൻ പറ്റും. അപ്പൊ അഡീഷനും സബ്ട്രാക്ഷനുമാണ്. അപ്പൊ ഒന്നാമത്തെ z is equal to 3 into 7 plus i7 plus i into 7 plus i7. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. k into a plus b, ka plus kb, 21 plus 21i, 21 plus 21i plus 7i plus i into i square into 7. k into a plus b, ka plus kb, 21i plus i7 അഥവാ 7i plus i into i square into 7. അപ്പൊ 21 plus 21i plus 7i plus i സ്ക്വയറിന്റെ വാല്യൂ -1 into 7. നമുക്കറിയാം i സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പം 21 plus 21iയും 7iയുടെ 28i, 21iയും 27iയുടെ 28i plus into -7. അപ്പൊ നമുക്ക് z is equal to 21 ന് 7 കുറച്ചാൽ 14 plus 28i, 14 plus 28i. ഇതാണ് a plus ib ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ അവർ പറഞ്ഞേക്കുന്നത് z is equal to രണ്ടും കോംപ്ലക്സ് നമ്പർ സബ്ട്രാക്ട് ചെയ്യാം. 1 minus i minus -1 plus i into 6 എന്നാണ്. അടുത്ത എക്സ്പ്രസ് 1 minus i minus -1 plus i6 in a plus ib ഫോം അല്ലേ. ഇത് രണ്ട് കോംപ്ലക്സ് നമ്പർ സബ്ട്രാക്ട് ചെയ്യുന്നു. കണ്ടോ, ഇത് ആഡ് ചെയ്യുന്നു, സബ്ട്രാക്ട് ചെയ്യുന്നു. നമുക്ക് ആഡ് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം, ഡിവിഷൻ ചെയ്യാം, എല്ലാം ചെയ്യാം. അപ്പൊ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. 1 minus i plus 1 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 1 -6i. കാരണം പ്ലസ് ഇൻറ്റു മൈനസ് i6 എന്ന് പറയുമ്പോൾ അത് 6i. ദാറ്റ് ഈസ് 1 plus 1 2 ആണ്. 1 ഉം 1 കൂടെ ആഡ് ചെയ്യുമ്പോൾ 2 ആണ്. -iയും -6iയുടെ -7i. കണ്ടോ, 1 plus 1 2, -iയും -6iയും -7i. -i എന്ന് പറഞ്ഞാൽ -1i -6i എന്നാണ്. അപ്പോൾ അത് -7i. അപ്പൊ 2 -7i എന്ന് വരും. വേണേ അതിനെ യഥാർത്ഥ ഫോമിൽ എഴുതണം, ഇങ്ങനെ എഴുതിയാലും മതി. അതല്ല a plus ib ഫോം എന്ന് പറഞ്ഞെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ 2 plus -7 into i എന്ന് എഴുതിയാൽ ആ പ്ലസ് ഇൻറ്റു മൈനസ് എന്ന് വരും. a plus ib ഫോമിലായി കഴിഞ്ഞു. കണ്ടോ, രണ്ട് കോംപ്ലക്സ് നമ്പർ ആഡ് ചെയ്യുന്നു, രണ്ട് കോംപ്ലക്സ് നമ്പർ സബ്ട്രാക്ട് ചെയ്യുന്നു, എല്ലാം നമ്മൾ a plus ib ഫോമിലേക്ക് എഴുതുക എന്നുള്ളതാണ് ഇതിനകത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എക്സ്പ്രസ് 3 plus i by 2 minus i in a plus ib ഫോം എന്ന് പറയാം. അപ്പൊ ഈ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും വന്നാൽ നമുക്ക് ഡിവിഷൻ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് രണ്ട് കോംപ്ലക്സ് നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ പിന്നെ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ z is equal to 3 plus i by 2 minus i എഴുതിയിട്ട് ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം അറിയോ? മൾട്ടിപ്ലൈയിങ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ.
ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ വിത്ത് കോൺജുഗേറ്റ് ഓഫ് ഡിനോമിനേറ്റർ. കോൺജുഗേറ്റ് ഓഫ് ഡിനോമിനേറ്റർ, അതായത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമ്മൾ ഇതിന്റെ കോൺജുഗേറ്റ് കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. 2 മൈനസ് ഐയുടെ കോൺജുഗേറ്റ് ആയ 2 പ്ലസ് ഐ, കോൺജുഗേറ്റ് നമ്മൾ പഠിപ്പിച്ചല്ലോ. അപ്പൊ 2 മൈനസ് ഐയുടെ കോൺജുഗേറ്റ് ആയ 2 പ്ലസ് ഐ കൊണ്ട് നമ്മൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാം. അപ്പൊ നോക്കിക്കോണം, 3 പ്ലസ് ഐ ബൈ 2 മൈനസ് ഐ. അപ്പൊ 2 മൈനസ് ഐയുടെ കോൺജുഗേറ്റ് ആയ 2 പ്ലസ് ഐ കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യുന്നു. 3 പ്ലസ് ഐ ബൈ 2 മൈനസ് ഐ. ആ 2 മൈനസ് ഐയുടെ കോൺജുഗേറ്റ് ആയ 2 പ്ലസ് ഐ കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ അകത്തോട്ട് 3 into 2 6 പ്ലസ് 3 into I 3i പ്ലസ് 2 into I 2i പ്ലസ് I into I സ്ക്വയർ. I സ്ക്വയർ കണ്ടോ? അപ്പൊ 3 into 2 നമ്മൾ ഏത് ഇക്വേഷന്റെ ഫോമാ? A പ്ലസ് ബി ഇൻറ്റു സി പ്ലസ് ഡി എന്നുള്ള ഫോമാണ്. അതിന്റെ ഇക്വേഷൻ എ സി പ്ലസ് എ ഡി പ്ലസ് ബി സി പ്ലസ് ബി ഡി. ബി സി പ്ലസ് ബി ഡി, എ സി പ്ലസ് എ ഡി പ്ലസ് ബി സി പ്ലസ് ബി ഡി. അപ്പം അതുപോലെ കണ്ടോ, അപ്പം 3 into 2 6 പ്ലസ് 3i പ്ലസ് 2i പ്ലസ് ഐ സ്ക്വയർ ഓൾ ഡിവൈഡഡ് ബൈ എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി. എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പൊ 6 പ്ലസ് 5i പ്ലസ് ഐ സ്ക്വയറിന്റെ വാല്യൂ -1. കണ്ടോ, ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 ആണ്. ഐ സ്ക്വയർ ഇസിക്കൽ ടു -1 ആണ്. അപ്പോൾ 2ന്റെ സ്ക്വയർ 4 മൈനസ് ഐ സ്ക്വയറിന്റെ വാല്യൂ -1. അപ്പൊ ഓർത്തോണം, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും വരുമ്പോൾ ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഈ ഇക്വേഷൻ വെച്ച് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. 6 പ്ലസ് 3i പ്ലസ് 2i പ്ലസ് ഐ സ്ക്വയർ. ഇത് എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പൊ 6 പ്ലസ് 5i പ്ലസ് ഐ സ്ക്വയറിന്റെ വാല്യൂ -1 ബൈ 4 മൈനസ് -1. അപ്പൊ 6 പ്ലസ് 5i -1 ബൈ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്. 4 പ്ലസ് 1 5. അപ്പം ശരിക്കും എഴുതുമ്പോൾ 5 പ്ലസ് 5i ബൈ 6 minus 1 5. 5 plus 5i all divided by 5. അപ്പൊ 6 minus 1 എന്ന് പറയുമ്പോൾ 5. 5 plus 5i all divided by 5. അപ്പൊ സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്യുക. 5 by 5 plus 5 by 5i. ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്തു, ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ ആൻസർ 1 plus i. 1 plus i. 1 plus i ആണ് ഇതിന്റെ ഫോം. ഇങ്ങനെ അപ്പൊ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ വരുമ്പോഴെല്ലാം ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് വേണം നമുക്ക് ചെയ്യാനായിട്ട്. മനസ്സിലായല്ലോ കാര്യം? ഇങ്ങനെ വരുന്ന ഏത് മെത്തേഡ് വന്നാലും അങ്ങനെയാണ് ചെയ്യേണ്ടത്, കോൺജുഗേറ്റ്. അപ്പൊ ഡിനോമിനേറ്റർ എപ്പോഴും എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി വരത്തുള്ളൂ. അല്ലെങ്കിൽ ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. 2 into 2 4 പ്ലസ് 2i മൈനസ് 2i മൈനസ് ഐ സ്ക്വയർ. അപ്പൊ പ്ലസ് 2i മൈനസ് 2i ക്യാൻസൽ ആയി പോകും. പക്ഷെ അതിനെക്കാളും എളുപ്പം ഇതിന്റെ കോൺജുഗേറ്റ് വരുമ്പോൾ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി മെത്തേഡാണ്. അതായത് എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള മെത്തേഡാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എക്സ്പ്രസ് കണ്ടോ 2 പ്ലസ് 3i ഇൻറ്റു 1 മൈനസ് ഐ ഇൻ എ പ്ലസ് ഐ ബിഫോർ. അപ്പൊ നമ്മൾ ആഡ് ചെയ്യാൻ പഠിച്ചു, സബ്ട്രാക്ട് ചെയ്യുന്ന മെത്തേഡ് ചെയ്തു, ഡിവിഷൻ പഠിച്ചു. ഇനി മൾട്ടിപ്ലിക്കേഷൻ നോക്കി. Z is equal to 2 plus 3i into 1 minus i in a plus i b form. ഇതപ്പം എ പ്ലസ് ബി ഇൻറ്റു സി പ്ലസ് ഡി മെത്തേഡ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ് മുമ്പ് തൊട്ട് മുമ്പ് ചെയ്തില്ലേ? എ പ്ലസ് ബി ഇൻറ്റു സി പ്ലസ് ഡി എന്ന് പറഞ്ഞാൽ എ സി പ്ലസ് എ ഡി പ്ലസ് ബി സി പ്ലസ് ബി ഡി. അപ്പൊ ഇവിടെ 2 into 1 2 മൈനസ് 2i പ്ലസ് 3i പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് 3i സ്ക്വയർ. കണ്ടോ, 2 into 1 2 മൈനസ് 2i പ്ലസ് 3i പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് 3i സ്ക്വയർ. അപ്പോൾ 2 മൈനസ് 2i പ്ലസ് 3i മൈനസ് 3 ഇൻറ്റു ഐ സ്ക്വയറിന്റെ വാല്യൂ -1. ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1. അപ്പൊ 2 മൈനസ് 2i മൈനസ് 2iയും പ്ലസ് 3iയുടെ എത്ര വരും? അതായത് -2 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ 1 ആണ്. -2 പ്ലസ് 3 1 ആണ്. അപ്പൊ -2i പ്ലസ് 3i എന്ന് പറയുമ്പോൾ +1i.
മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 3 കണ്ടോ. -2 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ +1 അല്ലേ. ഡിഫറൻസ് സൈൻ വന്നാൽ ഡിഫറൻസ് കണ്ടിട്ട് വലിയ നമ്പർ സൈൻ. അപ്പൊ 1 ആയി. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 3. ഇപ്പൊ 2 പ്ലസ് 3 5 പ്ലസ് i. z is equal to 5 പ്ലസ് i. a പ്ലസ് i v ഫോമിലേക്ക് മാറ്റി. അപ്പം അഡീഷൻ പഠിച്ചു, സബ്ട്രാക്ഷന്, ഡിവിഷന്, മൾട്ടിപ്ലിക്കേഷൻ. ഇതാണ്, ഇത്രയേ ഉള്ളൂ. കോംപ്ലക്സ് നമ്പർ വളരെ സിമ്പിൾ ആണ്. ഏത് വന്നാലും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. സംഖ്യകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും എന്നുള്ള ചെറിയ വ്യത്യാസമേ ഉള്ളൂ.